വെളിച്ചെണ്ണയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ആഹാരത്തിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ആയുർവേദത്തിലും തുടങ്ങി മലയാളിക്ക് വെളിച്ചെണ്ണയില്ലാത്ത ഒരു നിമിഷം പോലും സങ്കല്പിക്കാൻ പ്രയാസമാണ്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴി വെളിച്ചെണ്ണ എന്ന പഴഞ്ചൊല്ല് തന്നെ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ സംസ്കാരത്തിലുള്ള പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ അടുക്കള ബഡ്ജറ്റുകൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ 420 രൂപയും റീറ്റെയിൽ കടകളിൽ 450 രൂപയ്ക്കും 480 രൂപയ്ക്കും മുകളിലുമാണ് വില. ഈ വിലക്കയറ്റം സാധാരണക്കാരെയും ചെറുകിട വ്യാപാരികളെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. ഓണം എത്തുമ്പോഴേക്കും വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 600 രൂപ കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. വെളിച്ചെണ്ണ വില ഇത്രയധികം വർദ്ധിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. പ്രധാനമായും തേങ്ങയുടെ ലഭ്യതക്കുറവും ഉൽപാദനത്തിലുണ്ടായ കുറവുമാണ് ഇതിന് ആക്കം കൂട്ടിയത്. കേരളത്തിൽ തേങ്ങയുടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, രോഗങ്ങൾ, കൃഷിഭൂമിയുടെ കുറവ് എന്നിവയെല്ലാം തേങ്ങ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. 2021-22 സാമ്പത്തിക വർഷത്തിൽ ഹെക്ടറിന് 7412 തേങ്ങയായിരുന്നു ശരാശരി ഉൽപാദനമെങ്കിൽ 2023-24 വർഷത്തിൽ ഇത് 7211 കുറഞ്ഞു. കേരളം വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ വലിയ തോതിൽ തമിഴ്നാടിനെയാണ് ആശ്രയിക്കുന്നത്. കൊപ്രയായും വെളിച്ചെണ്ണയായും വലിയ അളവിൽ തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലും തേങ്ങയുടെ ഉൽപാദനം കുറഞ്ഞത് കേരളത്തിലേക്കുള്ള ഇറക്കുമതിയെ ബാധിച്ചു. ഇത് തമിഴ്നാട്ടിലെ പല കൊപ്ര മില്ലുകളും അടച്ചുപൂട്ടാൻ ഇടയാക്കി. തേങ്ങ ഉൽപാദനത്തിലെ കുറവ് മുതലെടുത്ത് ചില വ്യാപാരികൾ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് വില വർദ്ധിക്കുന്നതായും ആരോപണങ്ങളുണ്ട്. കേരളത്തിൽ നിന്നുള്ള തേങ്ങ പോലും തമിഴ്നാട്ടിലേക്ക് കടത്തി വില വർദ്ധിപ്പിക്കുന്ന പ്രവണതയും കാണാം. ലോകബാങ്കിന്റെ കമ്മോഡിറ്റി മാർക്കറ്റ് ഔട്ട്ലുക്ക് പ്രകാരം ആഗോളതലത്തിൽ വെളിച്ചെണ്ണയുടെ വിലയിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രധാന വെളിച്ചെണ്ണ ഉൽപാദക രാജ്യങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉൽപാദനം കുറഞ്ഞത് ആഗോള വില വർധനവിന് കാരണമായി. ഒരു വർഷം മുൻപ് ഏകദേശം 180 രൂപയായിരുന്ന വെളിച്ചെണ്ണയുടെ വിലയാണ് ഇപ്പോൾ 500 രൂപയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഈ കുത്തനെയുള്ള വിലക്കയറ്റം സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കേരളത്തിന്റെ പാചകത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണുള്ളത്. കറികൾക്ക് രുചിയും മണവും നൽകുന്നതിൽ തുടങ്ങി വിവിധ തരം പലഹാരങ്ങളിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. കേവലം പാചകത്തിൽ മാത്രമല്ല, സൗന്ദര്യ സംരക്ഷണത്തിലും ആയുർവേദ ചികിത്സയിലും വെളിച്ചെണ്ണ ഒരു പ്രധാന ഘടകമാണ്. മുടി വളർച്ചയ്ക്കും ചർമ്മ സംരക്ഷണത്തിനും വെളിച്ചെണ്ണ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുമുണ്ട്. കുട്ടികളെ തേച്ച് കുളിപ്പിക്കുന്നതിനും മുതിർന്നവരിൽ പേശീവേദന കുറയ്ക്കുന്നതിനും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേരളീയരുടെ പരമ്പരാഗത ശീലമാണ്. ആരോഗ്യപരമായും വെളിച്ചെണ്ണയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാനും തൈറോയ്ഡ് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും വെളിച്ചെണ്ണയ്ക്ക് കഴിയുമെന്നും പഠനങ്ങൾ പറയുന്നു. വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം വീട്ടമ്മമാർക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് വരുത്തിവെക്കുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പലചരക്ക് സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് വെളിച്ചെണ്ണയുടെ വില വർധനവ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. വലിയ തോതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ, ബേക്കറികൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കും ഈ വിലക്കയറ്റം വലിയ തിരിച്ചടിയാണ്. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ അവരെ നിർബന്ധിതരാക്കുന്നു. ഇത് ഉപഭോക്താക്കളെയും ബാധിക്കുന്നു. വിലവർധനവ് മുതലെടുത്ത് വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണകൾ വ്യാപകമാകാൻ സാധ്യതയുണ്ട്. ഗുണനിലവാരമില്ലാത്ത എണ്ണകൾ, പാം കർണൽ ഓയിൽ, വൈറ്റ് ഓയിൽ തുടങ്ങിയവ ചേർത്ത് നിർമ്മിക്കുന്ന വ്യാജ വെളിച്ചെണ്ണകൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ ഉപഭോക്താക്കൾ അതീവ ശ്രദ്ധ പുലർത്തണം. ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് സാധാരണയായി തനിനാടൻ ഗന്ധം ഉണ്ടാകും. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വേഗത്തിൽ കട്ട പിടിക്കുന്നതും ശുദ്ധമായ വെളിച്ചെണ്ണയുടെ ലക്ഷണമാണ്. മായം കലർന്ന വെളിച്ചെണ്ണ മഞ്ഞ നിറത്തിൽ ദ്രാവകാവസ്ഥയിൽ തുടരും. നിലവിലെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വില അടുത്തെങ്ങും താഴെ എത്താൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ തലത്തിലും വ്യക്തിഗത തലത്തിലും ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ തെങ്ങ് കൃഷിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. പുതിയ തെങ്ങിൻ തൈകൾ നടുന്നതിനും രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും കർഷകർക്ക് സഹായം നൽകണം. കൂടുതൽ തേങ്ങാ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് വഴി കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും വിലക്കയറ്റം ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഇത് സഹായകമാകും.